ഹായ്, നമസ്തേ. നമ്മൾ കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ? വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് ദിവസം സുഖമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സുഖമൊക്കെ ആയി. എണീറ്റ് വന്നപ്പോൾ എൻ്റെ അമ്മ സുഖമില്ലാതായി. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് കുറച്ച് ലാഗ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോയ്ക്ക് ലാഗ് ഉണ്ടായത് കൊണ്ട് ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടിപ്പെന്ന് പറയുന്നത് ഇതാണ്. അതായത് ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരോ ഇല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നവർക്കോ വറുത്തരച്ച കറികൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് വറുത്തരച്ച് കഴിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് തേങ്ങ കുറച്ചെടുത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. 2 തേങ്ങ എടുത്ത് ചിരകിയതിന് ശേഷം ഞാൻ പൊടിച്ചും കൂടെ വച്ചേക്കുകയാണ്. എന്നിട്ടാണ് വറുത്തത്. അപ്പോൾ വറുത്ത് നല്ല ബ്രൗണിഷ് കളർ ആകുമ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും വളരെ ലേശമാണ് ഇടുന്നത്. അതായത് 1-2 സ്പൂൺ മാത്രമാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും വളരെ കുറച്ചിടാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പല കറികളും പല ടൈപ്പിലെ എരിവും മല്ലിപ്പൊടിയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചതുപോലെ ഈ ബോട്ടിലിനകത്ത് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ, അതായത് പൊടിച്ചോ പൊടിക്കാതെയോ നമുക്ക് വയ്ക്കാം. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 1-2 മാസം നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ കടലക്കറിക്ക്, പിന്നെ വറുത്തരച്ച് വയ്ക്കുന്ന തീയലുണ്ടാവും, പിന്നെ കൊഞ്ച് തീയലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ബെസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ കറിക്ക് അനുസരിച്ച് കുറച്ച് കടായി എടുത്ത് ആവശ്യത്തിന് ഇതിൻ്റെ എരിവും മല്ലിപ്പൊടിയൊക്കെ കുറവാണെങ്കിൽ കുറച്ചൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പെന്ന് പറയുന്നത് തേങ്ങ പൊട്ടിക്കാനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു തേങ്ങ എടുക്കുമ്പോൾ 3 സൈഡിൽ ഇതുപോലൊരു 3 വര കാണുമല്ലോ. ആ 3 വരയിലിട്ട് നമ്മൾ ഒരു വെട്ട് കൊടുക്കുകയാണെങ്കിൽ 2ാമത്തെ വെട്ടിൽ അല്ലെങ്കിൽ 1ാമത്തെ വെട്ടിൽ തന്നെ ആയിരിക്കും ആ തേങ്ങ കറക്റ്റായിട്ട് അത് പൊട്ടി വരികയും ചെയ്യും. കയറി ഇറങ്ങി ഇരിക്കത്തുമില്ല. ഇതുപോലെ കണ്ടോ, ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതൊരു വേറൊരു ടിപ്പാണ്. അടുത്ത ടിപ്പെന്ന് പറയുന്നത് കുക്കറിനകത്ത് പലരും എന്തെങ്കിലും സാധനങ്ങൾ വേവിക്കുമ്പോൾ ഇതുപോലെ വെള്ളം പുറത്ത് കളയുമല്ലോ. അങ്ങനെ പുറത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയെടുത്ത് ആ വിസിലിന് ചുറ്റുമായിട്ട് ചുറ്റി വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം പുറത്തു പോകത്തില്ല. അതിനകത്ത് തന്നെ വെള്ളം നിൽക്കുകയും ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചാലും മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.